മദ്യവിമുക്ത ലോകത്തിനായി മാഹി മുതൽ ലോകരാഷ്ട്രങ്ങളായ ചിലി, ബ്രസീൽ, അർജന്റീന, കൊളംബിയ വരെയും ബോധവൽക്കരണം നടത്തുന്നു. ഇതിനായി ആൽക്കഹോൾ ഫ്രീ വേൾഡ് സംഘടനാ പദ്ധതി തയ്യാറാക്കിയതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങൾ 3-ാം തീയതി ഒരു പ്രോജക്റ്റ് മാഹിയിൽ വെച്ച് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ പേര് ആൽക്കഹോൾ ഫ്രീ വേൾഡ് എന്നാണ് പ്രോജക്റ്റിന്റെ പേര്. അത് മാഹിയിൽ മാത്രമല്ല ചെയ്യുന്നത്, മാഹിയിൽ ആരംഭിക്കുന്നത് മാത്രമാണ്. പിന്നെ അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കും. പിന്നെ ലോകമെമ്പാട് ചിലി, ബ്രസീൽ, അർജന്റീന പോലെ രാജ്യങ്ങളിലേക്ക് ഇത് ചെയ്യാനുള്ള ഓൾറെഡി അവിടെ ആളുകളൊക്കെ ഉണ്ട്. തുടക്കം ഇത് മാഹിയിൽ ആരംഭിക്കുന്നത് മാത്രമാണ്. അത് ഈ വരുന്ന 3-ാം തീയതി ബുധനാഴ്ച കാലത്ത് 10 മണിക്ക് മാഹിയിലെ മുനിസിപ്പൽ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഒരു പ്രോജക്റ്റ് ആരംഭം നടത്താണ് ആൽക്കഹോൾ ഫ്രീ വേൾഡ്. ഇതിന്റെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാല് ആൽക്കഹോൾ എഡിക്ഷൻ ആയവർക്ക് അതിനെ പൂർണ്ണമായിട്ട് ഫ്രീ ആകുക, അതിൽ നിന്ന് അതിന് മുക്തി ലഭിക്കുക. അത് എങ്ങനെ മുക്തി ലഭിക്കുക? നമ്മൾ ചെയ്യുന്നത് അവർക്ക് മെഡിസിൻ കൊടുക്കും. അവർ ആയുർവേദ മെഡിസിൻ നമ്മുടെ കൊടുക്കും. അതിനുശേഷം അവർക്ക് അത് ബ്ലഡിൽ നിന്ന് കംപ്ലീറ്റ് റിമൂവ് ആവാൻ വേണ്ടി, ആൽക്കഹോൾ കണ്ടന്റ് റിമൂവ് ആവാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകൾ, യോഗ, ബ്രീത്തിങ് ടെക്നിക് പോലുള്ള കാര്യങ്ങൾ അവർക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കും. കാരണം ഇതിന്റെ മുന്നേ ഞാനൊരു കോഴിക്കോടുള്ള ഒരു 10 ട്രെയിനേഴ്സിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ആൽക്കഹോൾ എഡിക്ഷൻ ആയിട്ടുള്ളവർക്ക് അവർക്ക് വളരെ ഗുണം ചെയ്തിട്ടുണ്ട് ഈ ഒരു ട്രെയിനിങ്. പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യ പരിപാടി ബുധനാഴ്ച രാവിലെ 10 മണിക്ക് മാഹി മൈതാനിയിൽ നടത്തും. ഇന്ത്യയിലെയും ലോകത്തിലെയും മറ്റ് സ്ഥലങ്ങളിൽ അതാതിടങ്ങളിലെ സംഘടനാ ഭാരവാഹികൾ പരിപാടികൾ സംഘടിപ്പിക്കും. മദ്യാസക്തിയുള്ളവരെ അതിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിക്കാനും മദ്യവിൽപ്പന നിർത്തലാക്കാനുമാണ് സംഘടന ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നടത്തിയ പ്രാഥമിക ചികിത്സയിലൂടെ മദ്യപാനത്തിനടിമകളായ 10 പേരെയും ബാംഗ്ലൂരിൽ 52 പേരെയും മദ്യാസക്തിയിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് പദ്ധതി തുടരുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കോഴിക്കോട് 10 പേർക്ക് കൊടുത്ത ശേഷം പിന്നെ ഞാൻ ബാംഗ്ലൂരിൽ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാം. അവിടെ ആ സമയത്ത് 57 പേരുണ്ടായിരുന്നു. ആ 57 പേർക്കും ഇതിന് വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആൽക്കഹോൾ അവർക്ക് പൂർണ്ണമായിട്ട്, അവർ ആൽക്കഹോൾ മാത്രമല്ല ഏതൊരു ഡ്രഗ്സ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ഡ്രഗ്സ് നമ്മുടെ ബ്ലഡിൽ ഡൈലൂട്ടായി കിടക്കും. ആ ഡൈലൂഷനാണ് അവർക്ക് വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കണം എന്ന ടെൻഡൻസി തോന്നുന്നത്. അപ്പം നമ്മൾ ആ ബ്ലഡിൽ ലയിച്ചിരിക്കുന്ന ഈ ഒരു ആൽക്കഹോളിന്റെ അളവ് എന്താണോ ആ ഡ്രഗ്സ് ഉള്ളത് അതിനെ കംപ്ലീറ്റ് നിർമ്മാർജ്ജനം ചെയ്യുക. അത് നിർമ്മാണം ചെയ്തു കഴിഞ്ഞാൽ അവർ അതിന് മുക്തനാകും. പിന്നെ അവർക്ക് അത് ഉപയോഗിക്കണമെന്ന ചിന്ത തോട്ട്സ് വരില്ല. അതിനെക്കുറിച്ച് നിൽക്കുകയും ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ആർ ബി ഷിജു, വി പുരുഷോത്തമൻ എന്നിവർ പങ്കെടുത്തു.